ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ 5ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നിർത്തിയത്. 41 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 41ാമത്തെ ചോദ്യം: കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. നമുക്ക് കേരള കലാമണ്ഡലത്തെ കുറിച്ചൊന്ന് നോക്കാം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാ? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലുള്ള വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഭാരതപ്പുഴയുടെ തീരത്താണുള്ളത്. എവിടെയാണ്? തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറില് ഭാരതപ്പുഴയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്ന്. 1927 ഇത് ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടായിരുന്നു രജിസ്റ്റർ ചെയ്തത്. 1927 ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9-നാണ്. എന്നാണ് 1930 നവംബർ 9-നാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. കേരള കലാമണ്ഡലം സന്ദർശിച്ച പ്രധാനമന്ത്രി ആരാണ്? കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. 1955-ലാണ് ജവഹർലാൽ നെഹ്റു കലാമണ്ഡലം സന്ദർശിച്ചത്. അതുപോലെ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007-ലാണ്. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചതെന്നാണ് 2007. 2010 UGCയുടെ A കാറ്റഗറി പദവിയും ലഭിച്ചു. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2010. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായ്. വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനാണ്. നിലവിലെ വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ B അനന്തകൃഷ്ണൻ. കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലർ KG പൗലോസ് ആയിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു? KG പൗലോസ്. ഓക്കെ, ഇതത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 42ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 1. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്ക്. 3. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. അപ്പൊ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കല്ല. പിന്നെയോ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിക്കാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്, ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതിക്ക്. കുറച്ച് പുരസ്കാരങ്ങൾ കൂടെ നോക്കാം. 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണി ദാസനാണ്. PK വീരമണി ദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2023 ശ്രീകുമാരൻ തമ്പിക്ക്. ഹരിവരാസനം പുരസ്കാരം 2024 PK വീരമണി ദാസിനും 2023 ശ്രീകുമാരൻ തമ്പിക്കും. 2023 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് C രാധാകൃഷ്ണന്. ONV സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചവർക്കാണ് C രാധാകൃഷ്ണൻ. 2022 ഓടക്കുഴൽ അവാർഡ് ഇവിടെ അംബികാസുധൻ മങ്ങാട് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചവർക്കാണ് PN ഗോപികൃഷ്ണന്. ആർക്കാണ്? PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്
P.N. ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2023 JCB സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ. ആരാണ്? പെരുമാൾ മുരുകൻ. ഇദ്ദേഹത്തിന്റെ ആലണ്ടപ്പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡിനാണ് പുരസ്കാരം ലഭിച്ചത്. ആലണ്ടപ്പാച്ചി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡിനാണ് പുരസ്കാരം. ജനനി കണ്ണനാണ് തമിഴിൽ നിന്ന് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആലണ്ടപ്പാച്ചി തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഫയർ ബേർഡ് എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ജനനി കണ്ണൻ. ആരാണ്? ജനനി കണ്ണനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 43. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2023 ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. 2. ISRO ചെയർമാൻ മോഹൻ കുമാർ. 3. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. 4. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. അപ്പൊ ശരിയായിട്ടുള്ളത് 1, 3, 4 പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി. ഇത് 3 ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. മോഹൻകുമാർ അല്ല, S സോമനാഥ് ആണ്. കൂടുതൽ വിവരങ്ങൾ ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏത്? കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത രൂപമാണ് ഏത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കേരളീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കേരളീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം എന്താണ്? ലാസ്യം. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ്. മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി വ്യവഹാരമാലയാണ്. മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായിട്ട് കണക്കാക്കപ്പെടുന്ന കൃതി ഏതാണ്? വ്യവഹാരമാല. വ്യവഹാരമാല രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ്. വ്യവഹാരമാല രചിച്ചതാരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരി. ഈ ദേവദാസി നൃത്തം പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ പുനരുജ്ജീവിപ്പിച്ചതാരാ? സ്വാതി തിരുനാളാണ്. ദേവദാസി നൃത്തം പരിഷ്കരിച്ചിട്ട് മോഹിനിയാട്ടം എന്ന പേരിൽ പുനരുജ്ജീവിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. അതേപോലെ തിരുവിതാംകൂറിൽ മോഹിനിയാട്ടം നിരോധിച്ച ഭരണാധികാരി ആരാ? തിരുവിതാംകൂറില് മോഹിനിയാട്ടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായ്. റാണി ഗൗരി പാർവതിഭായ് ആണ് തിരുവിതാംകൂറിൽ മോഹിനിയാട്ടം നിരോധിച്ചത്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന കലാകാരി കലാമണ്ഡലം B കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കലാമണ്ഡലം B കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച സ്ഥാപനം കേരള കലാമണ്ഡലമാണ്. മോഹിനിയാട്ടത്തിന്റെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലം. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? കർണാട്ടിക് സംഗീതമാണ്. ഗണപതി വന്ദനത്തോടു കൂടിയാണ് മോഹിനിയാട്ടം ആരംഭിക്കുന്നത്. ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഗണപതി വന്ദനത്തോടു കൂടി. മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിച്ച കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏതാ? ഘോഷയാത്രയാണ്. മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിച്ച കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് ഘോഷയാത്ര. ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന എന്നിവയാണ് മോഹിനിയാട്ടത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ചൊൽക്കെട്ട്, ജതിസ്വരം, വർണ്ണം, പദം, തില്ലാന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 46.
അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. മാക്സിം ഗോർക്കിയുടെ നോവലാണ് ഏത്? അമ്മ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാ? കുന്തലത. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. കുന്തലത രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. 1887 അപ്പു നെടുങ്ങാടി കുന്തലത രചിച്ചത്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലാണ് ഇന്ദുലേഖ. ലക്ഷണമൊത്ത ആദ്യത്തെ നോവല് ഇന്ദുലേഖ. ഇന്ദുലേഖ രചിച്ചത് ഒ ചന്തുമേനോനാണ് 1889. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാ? മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻ പിള്ള. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ് നൃത്തം. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തമാണ്. നൃത്തം രചിച്ചത് M മുകുന്ദനാണ്. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് ഭാസ്കര മേനോൻ. ഭാസ്കര മേനോൻ രചിച്ചത് അപ്പൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ രചിച്ചതാരാണ്? അപ്പൻ തമ്പുരാൻ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ പ്രമേയമാക്കി രചിച്ച ആദ്യ സാമൂഹിക നോവൽ ഏതാ? നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ പ്രമേയമാക്കി രചിച്ച ആദ്യ സാമൂഹിക നോവൽ അത് അപ്പന്റെ മകളാണ്. അപ്പന്റെ മകൾ. അപ്പന്റെ മകൾ രചിച്ചത് മൂത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടാണ്. മൂത്തിരിങ്ങോട് ഭവത്രാതൻ നമ്പൂതിരിപ്പാടാണ് അപ്പന്റെ മകൾ രചിച്ചത്. മലയാളത്തിലെ ആദ്യ റേഡിയോ നോവലാണ് ഇതാണ് എന്റെ പേര്. മലയാളത്തിലെ ആദ്യ റേഡിയോ നോവൽ ഏതാണ്? ഇതാണ് എന്റെ പേര്. ഇതാണ് എന്റെ പേര് രചിച്ചത് പോൾ സക്കറിയ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ. ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ രചിച്ചത് MK മേനോനാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന MK മേനോനാണ് അവകാശികൾ എന്ന നോവൽ രചിച്ചത്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് കയർ. കയർ രചിച്ചത് തകഴി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാ? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഉമ്മാച്ചു. ഉമ്മാച്ചു രചിച്ചത് ഉറൂബാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണനാണ് ഇത് രചിക്കുന്നത്. ഉമ്മാച്ചു എന്ന നോവല് രചിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 46. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തതാണ്. നിലവില് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് അരിന്ദം ബാഗ്ജിയാണ്. അരിന്ദം ബാഗ്ജി. ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്ത. ക്ഷമിക്കണം, ലോകായുക്ത അല്ല, ലോക്പാൽ. ലോക്പാൽ ആണ്. ലോകായുക്ത അല്ല, ലോക്പാൽ. ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് LM സിംഗ്വി ആണ്. ലോക്പാൽ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? LM സിംഗ്വി. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെയാണ്. ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് പ്രശാന്ത് മിശ്രയാണ്. ലോക്പാലിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് പ്രശാന്ത് മിശ്ര. ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2013 ഡിസംബർ 17 ലോക്പാൽ ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2013 ഡിസംബർ 17. ഇത് ലോക്സഭ പാസാക്കിയത് ആദ്യം 2011 ഡിസംബർ 27 പാസാക്കുന്നുണ്ട്. ലോക്സഭ വീണ്ടും പാസാക്കിയത് 2013 ഡിസംബർ 18 എന്നാണ്. 2013 ഡിസംബർ 18. ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2014 ജനുവരി 1 ലോക്പാൽ ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2014 ജനുവരി 1. ഒപ്പുവെച്ച രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ്.
ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എന്ന പേരിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2014 ജനുവരി 16-നാണ്. ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 എന്ന പേരിൽ ഈ നിയമം നിലവിൽ വന്നതെന്നാണ് 2014 ജനുവരി 16-ന്. ലോക്പാൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ് ലോക്പാൽ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ നിലവിൽ വന്നത് 2019 മാർച്ച് 19-നാണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ നിലവിൽ വന്നതെന്നാണ് 2019 മാർച്ച് 19-ന്. പ്രഥമ ലോക്പാൽ ചെയർപേഴ്സൺ ആയിരുന്നു പിനാകി ചന്ദ്രഘോഷ്. ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് ആണ് പ്രഥമ ലോക്പാൽ ചെയർപേഴ്സൺ. പ്രഥമ ലോക്പാൽ ചെയർപേഴ്സണ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് രാംനാഥ് കോവിന്ദ് ആണ്. പ്രഥമ ലോക്പാൽ ചെയർപേഴ്സണ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. നിലവിലെ ലോക്പാൽ ചെയർപേഴ്സൺ ആരാ? നിലവിലെ ജസ്റ്റിസ് അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. നിലവിലെ ലോക്പാൽ ആണ് ആര്? ജസ്റ്റിസ് അജയ് മണിക് റാവു ഖാൻവിൽക്കർ. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദ്യം. ആരാണ്? ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ്. ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് ആണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് എന്ത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നും കാവൽക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 124. സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 124. സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണ്? 110001 1110001. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110001 ആണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ് യഥോധർമ്മ സ്തതോ ജയ. എന്താണ് ആപ്തവാക്യം? യഥോധർമ്മ സ്തതോ ജയ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 ജനുവരി 28-ന് സുപ്രീം കോടതിയായിട്ട് മാറിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഒക്ടോബർ 1-ന് സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 ജനുവരി 28-ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറിയത്. 1950 സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 പേരായിരുന്നു. 1950 സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 പേര്. നിലവില് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണുള്ളത്. നിലവിൽ എത്രയാണ്? 34. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ എന്നിവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും രാഷ്ട്രപതി. സുപ്രീം കോടതി ജഡ്ജിമാര് രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാ? രാഷ്ട്രപതിക്കാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് തന്നെയാണ്. രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം തേടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? രാഷ്ട്രപതി സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം തേടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 143. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങളില് അന്തിമ തീരുമാനമെടുക്കുന്നതും സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങളില് അന്തിമ തീരുമാനമെടുക്കുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തില് രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെ താൽക്കാലിക ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. രാഷ്ട്രപതിയുടെ താൽക്കാലിക ചുമതല വഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് 65 വയസ്സാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ
എന്നിവരുടെ പ്രതിമാസ വേതനം തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. വേതനം തീരുമാനിക്കുന്ന ആരാണ്? പാർലമെന്റ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇവരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ വകയിരുത്തുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ ഇവരുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വകയിരുത്തുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 49ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലൈസൻസ് വെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്നാണ് ചോദ്യം. ഉത്തരം ആഡം സ്മിത്ത് ആണ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെതാണ് ലൈസൻസ് വെയർ സിദ്ധാന്തം. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആഡം സ്മിത്ത് ആണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട ആരാണ്? ആഡം സ്മിത്ത്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ദ വെൽത്ത് ഓഫ് നേഷൻസും ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സും. ഏതൊക്കെയാണ്? ദ വെൽത്ത് ഓഫ് നേഷൻസും ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സും. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11 ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തട്ടിൽ എന്നറിയപ്പെടുന്നത് കൂർഗ് ആണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? കൂർഗ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാ? ധ്യാൻചന്ദ് ആണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ്. അതുപോലെ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ആര്? ധ്യാൻചന്ദ്. ധ്യാൻചന്ദ് എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നു. അതേപോലെ ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടുന്നു. ധ്യാൻചന്ദിന്റെ ആത്മകഥയാണ് ദി ഗോൾ. ധ്യാൻചന്ദിന്റെ ആത്മകഥ ഏതാണ്? ദി ഗോൾ. അതുപോലെ ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കായിക ദിനം അപ്പൊ എന്നാണ്? ഓഗസ്റ്റ് 29. ഇത് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ഒളിമ്പിക്സിൽ മത്സര ഇനമായിട്ട് ഹോക്കി ഉൾപ്പെടുത്തിയ വർഷം ഏതാണെന്നറിയാമോ? 1908. ഒളിമ്പിക്സില് മത്സര ഇനമായിട്ട് ഹോക്കി ഉൾപ്പെടുത്തിയ വർഷമാണ് 1908. ആദ്യ ഹോക്കി ലോകകപ്പ് നടന്നത് 1971. ആദ്യ ഹോക്കി ലോകകപ്പ് നടന്നത് എന്നാണ്? 1971. ആദ്യ ഹോക്കി ലോകകപ്പ് ജേതാക്കള് പാകിസ്ഥാൻ ആയിരുന്നു. ആദ്യ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ആരാണ്? പാകിസ്ഥാൻ. വേദി ബാഴ്സലോണ ആയിരുന്നു. സ്പെയിനിലെ ബാഴ്സലോണ ആയിരുന്നു ആദ്യ ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത്. ആദ്യ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 3 വെങ്കല മെഡല്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 3. ആദ്യമായിട്ട് ഇന്ത്യ ലോകകപ്പിൽ സ്വർണം നേടിയ എന്നാ? ആദ്യമായിട്ട് ഇന്ത്യ ഹോക്കി ലോകകപ്പിൽ സ്വർണം നേടിയത് 1975. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പിൽ സ്വർണം നേടിയത് പാകിസ്ഥാനാണ്. 4 തവണ നേടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് ഹോക്കി ലോകകപ്പ് നടന്നത് 1982 മുംബൈയിൽ വെച്ചിട്ടാണ് നടന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് ഹോക്കി ലോകകപ്പ് നടന്നത് 1982 മുംബൈയിൽ വെച്ചിട്ടാണ്. ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയൻ ആരായിരുന്നു? PR ശ്രീജേഷ് അല്ലെ? PR ശ്രീജേഷ് ആണ് ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയൻ. 4 ലോകകപ്പുകളിലും 4 ഒളിമ്പിക്സിലും 4 ഏഷ്യൻ ഗെയിംസിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ താരമാണ് ധൻരാജ് പിള്ള. 4 ഹോക്കി ലോകകപ്പുകളിലും 4 ഒളിമ്പിക്സിലും 4 ഏഷ്യൻ ഗെയിംസിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ താരമാണ് ധൻരാജ് പിള്ള. ഹോക്കി ലോകകപ്പിന് വേദിയായിട്ടുള്ള ആദ്യ ഏഷ്യൻ നഗരം കോലാലംപൂരാണ്. ഹോക്കി ലോകകപ്പിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ഏതാണ്? മലേഷ്യയിലെ കോലാലംപൂരാണ്. വനിതാ ഹോക്കി ലോകകപ്പ് മത്സരം ആരംഭിച്ചത് എന്നാ? വനിതാ ഹോക്കി ലോകകപ്പ് മത്സരം ആരംഭിച്ചത്
1974 ഏറ്റവും കൂടുതൽ തവണ വനിതാ ഹോക്കി ലോകകപ്പ് നേടിയ ടീം എന്ന് പറയുന്നത് നെതർലാൻഡ്സ് ആണ്. ഏറ്റവും കൂടുതൽ തവണ വനിതാ ഹോക്കി ലോകകപ്പ് നേടിയ ടീം നെതർലാൻഡ്സ് ആണ്. ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 12 എണ്ണമാണ്. 8 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യ നേടിയിട്ടുള്ളത്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 12 എണ്ണമാണ്. അതിൽ 8 സ്വർണം, 1 വെള്ളി, 3 വെങ്കലവുമാണുള്ളത്. 2023 ഹോക്കി ലോകകപ്പ് എവിടെ വെച്ചിട്ടായിരുന്നു വേദി? ഇന്ത്യയില് ഒഡീഷയിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. 2023 15ാമത് ഹോക്കി ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയില് ഒഡീഷയായിരുന്നു. ഒഡീഷയില് ഭുവനേശ്വറില്. പങ്കെടുത്ത ആകെ ടീമുകൾ അതില് 16 ടീമുകളാണ് പങ്കെടുത്തത്. 15ാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒലി എന്ന ആമയായിരുന്നു. ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഒലി എന്ന ആമ. ജേതാക്കള് ജർമ്മനി ആയിരുന്നു. റണ്ണേഴ്സ് അപ്പ് ബെൽജിയം ആയിരുന്നു. 2023 15ാമത് ഹോക്കി ലോകകപ്പിന്റെ ജേതാക്കള് ജർമ്മനി, റണ്ണേഴ്സ് അപ്പ് ബെൽജിയവുമായിരുന്നു. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.